+2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഗ്രാഫ്സ് ആൻഡ് ചാർട്ട് ഫോർ ബിസിനസ് ഡാറ്റ എന്ന ചാപ്റ്ററിൽ വരുന്നതാണ് പൈ ചാർട്ട് എന്ന് പറയുന്നത്. നമ്മൾക്കെല്ലാ പ്രാക്ടിക്കൽ എക്സാമിനും പൈ ചാർട്ടിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. പൈ ചാർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇവിടെ തന്നിരിക്കുന്നത് ഒരു ആളുടെ മന്ത്ലി എക്സ്പെൻസാണ് ഒരു മാസത്തെ തന്നിരിക്കുന്നത്. 2025 മെയ്യിൽ തന്നിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി, വാട്ടർ, ടെലിഫോൺ, മെഡിസിൻ, ഫുഡ്, പെട്രോൾ, സ്റ്റേഷനറി, അദ്ദേഹത്തിന് ഓരോന്നിന് എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ടെന്ന് ഒരൊറ്റ സീരീസ്, അതായത് എക്സ്പെൻസുകളെ പറ്റി മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു സീരീസ് ഓഫ് ഡേറ്റ മാത്രം ഉള്ളപ്പോഴാണ് നമ്മൾ ഈ പൈ ചാർട്ട് സാധാരണ ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും കമ്പയർ ചെയ്യാനൊക്കെ നമ്മൾ സാധാരണ കോളം ചാർട്ട്, ലൈൻ ചാർട്ട്, ബാർ ചാർട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ സീരീസ് ഓഫ് ഡേറ്റ ആണ്. 2 സ്ഥാപനങ്ങളുടെ സെയിൽസ് കമ്പയർ ചെയ്യാൻ, 2 കുട്ടികളുടെ മാർക്ക് കമ്പയർ ചെയ്യാൻ, അങ്ങനെ 2 പേരുടെ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് ബാക്കി ടൈപ്പ് ചാർട്ടെല്ലാം ഉപയോഗിക്കുന്നത്. ഇത് ഒരൊറ്റ സീരീസ് മാത്രമേ ഉള്ളൂ എക്സ്പെൻസസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ അതുപോലെ ഇങ്ങോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തരുന്ന എന്ത് ഡാറ്റയാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസർട്ട് എന്ന മെനുവിൽ നിന്ന് ചാർട്ട് എടുക്കുക. നമ്മളെപ്പോൾ ചാർട്ട് എടുത്താലും ഡിഫോൾട്ടായിട്ട് കോളം ചാർട്ടാണ് കിട്ടുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതിലെ ഫസ്റ്റ് ചാർട്ട് ടൈപ്പ് കോളം ചാർട്ട് ആയതുകൊണ്ടാണ്. നമ്മളിവിടെ നോക്കിയാൽ ഒരു കോളം ചാർട്ട് കാണാൻ സാധിക്കും. ഇവിടെ പൈ ചാർട്ടാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പൈ ചാർട്ട് സെലക്ട് ചെയ്യുന്നു. ഈ പൈ ചാർട്ട് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഓൾറെഡി ഒരു ചാർട്ട് കിട്ടും. ആ ചാർട്ടിൽ ഈ ഫസ്റ്റ് ടൈപ്പ് ചാർട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ പൈ ചാർട്ട് എന്ന് വിളിക്കുന്നു. അത് തന്നെ ഇങ്ങനെ ഓരോ പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചാൽ അതിനെ എക്സ്പ്ലോഡഡ് പൈ ചാർട്ട് എന്ന്, ഇവിടെ അതിൻ്റെ പേര് വരുന്നുണ്ട്, എക്സ്പ്ലോഡഡ് പൈ ചാർട്ട് എന്ന് വിളിക്കുന്നു. അപ്പോൾ അത് ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് അടുത്തത് ഡൂനട്ട് ചാർട്ടാണ്. ഡൂനട്ട് ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഡാറ്റ ഇങ്ങനെ റിംഗ് ഷേപ്പിൽ ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡൂനട്ട് ചാർട്ട് അല്ലെങ്കിൽ ഡൗനട്ട് ചാർട്ട് എന്നൊക്കെ വിളിക്കുന്നത്. അത് തന്നെ ഇത് ഓരോ ഡാറ്റയും നമ്മൾക്ക് വേറിട്ട് കാണുമ്പോഴത്തേക്ക് നമ്മളതിനെ എക്സ്പ്ലോഡഡ് ഡൂനട്ട് ചാർട്ട് എന്ന് വിളിക്കുന്നു. നമ്മൾക്കിവിടെ പൈ ചാർട്ടാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് പൈ ചാർട്ട് സെലക്ട് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഡാറ്റ റേഞ്ച് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഏത് സെല്ല് തൊട്ട് ഏത് സെല്ല് വരെ സെലക്ട് ചെയ്യണമെന്നുള്ളത്. ഡാറ്റ സീരീസ് എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റയുടെ എമൗണ്ട് എല്ലാം കൊടുത്തിരിക്കുന്ന ഒറ്റ റോയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഡാറ്റ സീരീസിൻ റോ സെലക്ട് ചെയ്യുന്നു. ഫസ്റ്റ് റോ ആസ് ലേബൽ, നമുക്കിവിടെ ലേബലായിട്ട് വരേണ്ട, അതായത് ഈ ബ്ലൂ കളർ എന്തിനെ സൂചിപ്പിക്കുന്നു, ഓറഞ്ച് കളർ എന്തിനെ സൂചിപ്പിക്കുന്നു, അതിൻ്റെ പേര് വരേണ്ടത് ഈ റോയിൽ തന്നിരിക്കുന്ന ഐറ്റമാണ് പേരായിട്ട് വരേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് റോ ആസ് ലേബൽ സെലക്ട് ചെയ്ത് കൊടുത്തത്. നെക്സ്റ്റ് ഡാറ്റ സീരീസ് എടുക്കുന്നു. ഡാറ്റ സീരീസ് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഈ ഒരു കളറ് ഓരോന്നിൻ്റെയും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഈ എമൗണ്ടിനനുസരിച്ചാണ്. അതായത് വെള്ളത്തിന് വളരെ കുറച്ച് ഏറ്റവും ചെറിയ എമൗണ്ട് അതാണ്. അതുകൊണ്ടാണ് അത് ഏറ്റവും ചെറുതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ എമൗണ്ട് വന്നിരിക്കുന്ന ആ ഒരു കോളമാണോ റോ ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. റോ 2 ആണ് ഇവിടെ നമ്മൾക്ക് ഡാറ്റയായിട്ട് വരുന്നത്. അതുകൊണ്ട് റോ 2 ഡിഫോൾട്ടായിട്ട് ഇവിടെ തനിയെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ചാർട്ട് എലമെൻ്റ് ആണ്. ചാർട്ട് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ടൈറ്റിൽ, സബ് ടൈറ്റിൽ, ബാക്കിയുള്ള ടൈപ്പ് ഓഫ് ചാർട്ട്സിനാണെങ്കിൽ, അതായത് കോളം ചാർട്ട്, ലൈൻ ചാർട്ടിനൊക്കെ ആണെങ്കിൽ എക്സ് ആക്സിസ്, വൈ ആക്സിസ് ഒക്കെ ഉണ്ട്. ഇതിനിപ്പോൾ അതില്ല. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ടൈറ്റിൽ കൊടുക്കുകയാണ് മന്ത്ലി സാലറി എന്ന്, മന്ത്ലി എക്സ്പെൻസ് എന്ന്. ലാസ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ലെജൻഡ് ഉണ്ട്. ലെജൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ കളറും എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന്. ബ്ലൂ കളർ ഇലക്ട്രിസിറ്റി, ഓറഞ്ച് കളർ വാട്ടർ, യെല്ലോ കളർ ടെലിഫോൺ, ഗ്രീൻ കളർ മെഡിസിൻ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഭവം എവിടെ കൊടുക്കണം, ഇതിപ്പോൾ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നു. ഞാൻ ബോട്ടം കൊടുക്കുകയാണെങ്കിൽ ഇതതിൻ്റെ താഴെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള സൈഡിലായിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ റൈറ്റ് സൈഡ് തന്നെ കൊടുക്കുകയാണ്. ഫിനിഷ് കൊടുക്കുക. ഇതിലപ്പോൾ നമ്മൾ അഡീഷണലായിട്ട് കൊടുത്തത് ഈ മന്ത്ലി എക്സ്പെൻസ് മാത്രമേ കൊടുത്തുള്ളൂ. ബാക്കിയെല്ലാം ഇതിൽ തനിയെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്.